എന്നെ അത് ഏശിയിട്ടില്ല. കാര്യം ഞാൻ അതിനെപ്പറ്റി നോ കമന്റ്സ്. ഞാൻ പറയാൻ പാടില്ല. എത്തുകയാണ്. ഞാൻ ഒന്നും പറയാം. കൊല്ലത്തെത്തി കേട്ടോ. കൊല്ലത്തെത്തുമ്പോൾ ശ്രീ എം മുകേഷ് MLA കാണാതെ നമ്മൾ എങ്ങനെ പോകും? നമ്മളുള്ളത് ശ്രീ എം മുകേഷ് MLA വസതിയിലാണ്. കൊല്ലത്തിനെ പറ്റി പറയുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിനെ പറ്റി പറയുമ്പോഴത്തേക്ക്, ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നടത്തി കാണിക്കുക. നടക്കും. അവിടെയൊക്കെ അത് വരാൻ പോവുകയാണ് കേട്ടോ. അത് അവിടെയാണ് നമ്മളത് ഉദ്ദേശിക്കുന്നതെന്നുള്ള അല്ലാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം അതാണ് എന്ന് പറയുന്നതാണ്. സിനിമയിലൊരു നല്ല റോള് വന്നാൽ ഇനി എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും നമ്മളത് അഭിനയിക്കുന്നു. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണെങ്കിൽ നോ 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 എന്ന് നമ്മൾ പറയാൻ പാടില്ല. എതിർ പാർട്ടിയിലുള്ള വലിയ നേതാക്കന്മാർ എൻ്റെ അടുത്ത് രഹസ്യമായിട്ട് പറയും, ഇതേ മൂന്നാമതും അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ നോന്നൊന്നും പറയല്ലേ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജയിക്കുക തോൽക്കുക അത് പിന്നത്തെ കാര്യം. ഈ രാഹുലിന്റെ കാര്യത്തിൽ രാജി വേണം എന്ന് ഉറച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ അതിനെപ്പറ്റി നോ കമന്റ്സ്. ഞാൻ പറയാൻ പാടില്ല. ഞാൻ ഒന്നും പറയാൻ പാടില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഇന്നലെ പത്തനംതിട്ടയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഒരു പ്രതികരണം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. മുകേഷുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപം അതൊരു പീഡനമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല, രാഹുലിൻ്റെത് കുറെ കൂടി തീവ്രത കൂടിയതാണ് എന്നുള്ളൊരു കമന്റ് അവരുടെ ഭാഗത്തുനിന്ന് വന്നു. അപ്പം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് അവരുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാറായിട്ടില്ല. അങ്ങനെ വരും. ഇതെല്ലാം കഴിയട്ടെ. ഈ സബ്ജുഡീസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് പൊളിക്കാൻ വേണ്ടി പല ആൾക്കാരും നോക്കും. കാര്യം നമ്മൾ പൊളിഞ്ഞ ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ അത്രയെങ്കിലും ഒരു സാമാന്യ ബോധം നമ്മൾക്ക് വേണം. മനപ്രയാസം എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം എന്നെ അത് ഏശിയിട്ടില്ല. കാര്യം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കുറ്റബോധം ഉണ്ടാകും. ഞാൻ ചെയ്തതല്ലേ, ഇത് കോടതിയിലിരിക്കുന്നതാണ്, തെളിയിക്കട്ടെ. അതിനകത്തൊരു ഭയങ്കര ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇവർ പറയുന്ന പോലെ ഒന്നും അല്ല എന്നുള്ളത് എനിക്കറിയാമല്ലോ. എന്നാലല്ലേ എനിക്കിത് നേരിടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ തളർന്നു പോകത്തില്ലേ. എനിക്കത് ഒരു വശത്തോടെ അതിങ്ങനെ പോയി അതിനകത്തൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളുടെ ശ്രദ്ധ മുഴുക്കെ ഈ കൊല്ലം മണ്ഡലത്തിൽ ഞാൻ ഈ MLA ആയിരിക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ വികസനം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ.